കേരളത്തിൽ ഇന്ന് 7 ജില്ലകളിലേക്കുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പായിരുന്നു. ആദ്യഘട്ടത്തിൽ ബൂത്തിലേക്ക് വോട്ടർമാർ ഒഴുകിയെത്തി. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ പോളിംഗ് 70% കടന്നിട്ടുണ്ട്. അതോടൊപ്പം ഇന്ന് കൊട്ടിക്കലാശമായിരുന്നു എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ. അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് സംസ്ഥാനമുള്ളത്. പ്രശാന്ത് കൃഷ്ണ പൊതുചിത്രവുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രശാന്ത്, ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ഒന്നാം ഘട്ടത്തിൽ 70% പിന്നിട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഇടയ്ക്കിടയ്ക്ക് ചില ഭാഗങ്ങളിലൊക്കെ അവസാനമായപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോൾ പലയിടങ്ങളിലും കള്ളവോട്ടെന്ന പരാതിയൊക്കെ ഉയർന്നിട്ടുണ്ട്. പല ഭാഗങ്ങളിൽ സംഘർഷം വന്നിട്ടുണ്ട്. പൊതുചിത്രം എങ്ങനെയാണ് ഈ 7 ജില്ലകളിൽ? കഴിഞ്ഞ തവണത്തെ പോലെയുള്ള പോളിംഗ് ശതമാനത്തിലേക്ക് തന്നെ എത്തുന്നു എന്ന കണക്കാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ഏകദേശം 75% പോളിംഗ് ശതമാനം എത്തി നിൽക്കും എന്നാണ് 8 മണിയോടെ ഒരു അന്തിമ കണക്ക് നൽകാൻ സാധിക്കുമെന്നാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നിപ്പോൾ 6 മണിയോടെ പുറത്തു വന്ന കണക്കിൽ ഏറ്റവും കുറവ് പോളിംഗ് ഉള്ളത് തിരുവനന്തപുരത്ത് തന്നെയാണ്. തിരുവനന്തപുരത്ത് 65.13% പോളിംഗ് ആണ്. ഏറ്റവും ഉയർന്ന പോളിംഗ് എറണാകുളം ജില്ലയിലാണ്. 73.36% ആണ് പോളിംഗ്. അത് ഇത് 6 മണിക്ക് പോളിംഗ് അവസാനിക്കുന്ന സമയത്തുള്ളതാണ്. പക്ഷേ പോളിംഗ് അവസാനിക്കുന്ന സമയം ഈ വരിയിൽ നിന്നവർക്ക് സ്ലിപ്പ് നൽകി വോട്ട് ചെയ്യാനുള്ള അവസരം നൽകിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ 8 മണിയോടെ മാത്രം ക്രോഡീകരിച്ചുള്ള മുഴുവൻ കണക്കും ലഭ്യമാകും. ഏതായാലും തിരുവനന്തപുരം നഗരസഭയിൽ ഒരു വലിയ 70% അടുത്തൊരു പോളിംഗ് ഉണ്ടായിട്ടില്ല. കാരണം 5:15 പുറത്തിറങ്ങിയ ഏറ്റവും ഒടുവിലത്തെ അപ്ഡേറ്റ് പ്രകാരമാണെങ്കിൽ 55% പോളിംഗാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഏറി മറിഞ്ഞാലും ഒരു 65-നകത്ത് നിൽക്കും എന്ന് വേണം കണക്ക് കൂട്ടാൻ. ഏതായാലും വാശിയേറിയ മത്സരമാണ് തിരുവനന്തപുരത്ത് നടന്നത്, തിരുവനന്തപുരം നഗരസഭയിൽ നടന്നത്. അതുകൊണ്ട് തന്നെ ഈ മുന്നണികൾക്ക് ചെറിയൊരു ആശങ്കയുണ്ട്. കാരണം പോളിംഗ് ശതമാനം ഒരു വലിയ കുതിപ്പിലേക്ക് എത്താതിരിക്കുമ്പോൾ അത് ഏത് രീതിയിൽ തങ്ങളുടെ വോട്ട് ചോർത്ത് പെട്ടിയിൽ വീണിട്ടുണ്ടാകുമെന്ന ഒരു ആശയക്കുഴപ്പം എല്ലാം തന്നെ മുന്നണികൾക്കുണ്ട്. എന്തായാലും 8 മണിയോടെ അന്തിമ ചിത്രമാകുമ്പോൾ ഇന്ന് രാത്രിയോടെ മുന്നണികൾ കൂട്ടലും കഴിക്കലും നടത്തും. എങ്ങനെയൊക്കെ തങ്ങൾക്ക് അനുകൂലമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ സാഹചര്യം ഉടലെടുത്തിട്ടുണ്ട് എന്ന കണക്കുകൂട്ടലുകൾ ഉണ്ടാകും. ശരി, പ്രശാന്ത് കൃഷ്ണയാണ് ഒരു പൊതുചിത്രം 7 ജില്ലകളിലെ പോളിംഗ് ശതമാനവും അതോടൊപ്പം തന്നെ ഒരു പൊതുചിത്രവും നമ്മുടെ മുന്നിലേക്ക് എത്തിയത്. എന്തായാലും മറ്റ് 7 ജില്ലകളിൽ ഇന്ന് കൊട്ടിക്കലാശമായിരുന്നു. കളറാക്കിയിട്ടുണ്ട് എല്ലാ മുന്നണികളും മറ്റ് 7 ജില്ലകളിൽ.